ഹായ് കൂട്ടുകാരെ, ഞാൻ ആസർഫേസി. എല്ലാവർക്കും ടെക് ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അധിക ആളുകളും ഇന്ന് സ്മാർട്ട് ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും വാട്സപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ടിപ്സാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അധിക കൂട്ടുകാർക്കും അറിയാം, എങ്കിലും അറിയാത്ത കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കും. ഒന്നെങ്കിൽ ഫാമിലി ഗ്രൂപ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗ്രൂപ്പ് അധിക ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത്തരം ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യമായി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ടിപ്സാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ മറ്റു കൂട്ടുകാരും അറിയേണ്ടതാണ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മറ്റു കൂട്ടുകാർക്കും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി എങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പലർക്കും അറിയുണ്ടാവും, എങ്കിലും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ വലത് ഭാഗത്ത് മുകളിൽ ഒരു 3 ഡോട്ടുകൾ, 3 കുത്തുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുന്നു ന്യൂ ഗ്രൂപ്പ് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ആളുകളെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ 1-2 നമ്പറുകൾ തന്നെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ട നമ്പറുകൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ അവർ ആഡ് ആയിക്കൊണ്ട് കിടക്കുന്നതാണ്. ജസ്റ്റ് 1-2 നമ്പറുകൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ. ശേഷം ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണോ നമ്മുടെ ഗ്രൂപ്പിന് പേര് വേണ്ടത് എങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടെക് ഉസ്താദ് എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ശേഷം പേര് ക്രിയേറ്റ് ആവാൻ വേണ്ടിക്കൊണ്ട് ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഗ്രൂപ്പിലേക്ക് 2 ആളുകളെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇൻഫോ എന്നത് നോക്കിയാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കിട്ടും. ഇനി നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറുള്ള ആളുകളെ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇൻവൈറ്റ് ലിങ്ക് നിർമ്മിക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുകളിൽ വലത് ഭാഗത്ത് ഒരു ഹെഡിൻ്റെ ഐക്കണ്, അതുപോലെ തന്നെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഇൻവൈറ്റ് ടു ഗ്രൂപ്പ് വൈ ലിങ്ക് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ഈ ലിങ്ക് ഇനി നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ മറ്റു കൂട്ടുകാർക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്തുകൊണ്ട് വാട്സപ്പിൽ മറ്റ് കൂട്ടുകാർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം, എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നിട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി കൂട്ടുകാരെ, ഫ്രണ്ട്സുകളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഓരോ ഗ്രൂപ്പ് അഡ്മിന്മാർ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഒരു സമയത്ത് നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ ഗ്രൂപ്പിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ എങ്കിൽ ആ അംഗങ്ങളെ മുഴുവൻ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ നാം ആദ്യം തന്നെ ഈ ഗ്രൂപ്പ് ഇവിടെ എക്സിറ്റ് ഗ്രൂപ്പ് എന്ന് കാണുന്നുണ്ട്, അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ, അഡ്മിൻ ആവുന്ന നമ്മൾ എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ
ആ ഗ്രൂപ്പിലുള്ള മറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ അതിൻ്റെ അഡ്മിൻ സ്ഥാനത്ത് വരും. നാം ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അങ്ങനെ അവർ ആ ഗ്രൂപ്പിൽ വല്ല സൈബർ കുറ്റകരമായിരിക്കുന്ന വല്ല മെസ്സേജുകളൊക്കെ ആരെങ്കിലും അയക്കുകയാണെങ്കിൽ സൈബർ അന്വേഷണവുമായി കൊണ്ട് വരുമ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾ അതിൽ പ്രശ്നത്തിലകപ്പെടും. കാരണം ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജൊക്കെ അയച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ, ഗ്രൂപ്പ് അഡ്മിന്മാർക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരമൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് നാം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കുറേ ആളുകളൊക്കെ അതിലെ മെമ്പർമാരൊക്കെ ആയി ഇനി ഒരു സമയത്ത് നമുക്ക് ആ ഗ്രൂപ്പ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നാം അതിലുള്ള ഓരോ മെമ്പർമാരെയും ആദ്യം റിമൂവ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ളതായിരിക്കുന്ന ഓരോ മെമ്പർമാരുടെയും പേരിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്നുണ്ട് റിമൂവ് എന്ന്. ആ റിമൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓരോ ആളുകളെയും അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. അങ്ങനെ മുഴുവൻ ആളുകളെയും റിമൂവ് ചെയ്ത ശേഷം നാം എക്സിറ്റ് ഗ്രൂപ്പ് താഴെ നമ്മൾ മാത്രം അതിലുള്ള സമയത്ത് എക്സിറ്റ് ഗ്രൂപ്പ് എന്ന് എക്സിറ്റ് അടിക്കുക. അങ്ങനെ എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ കാണിക്കുന്നുണ്ട് ഡിലീറ്റ് ഗ്രൂപ്പ് എന്ന്. അങ്ങനെ അത് വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിന്ന് നാം ഒഴിവാകേണ്ടത്. അതല്ലാതെ നാം മാത്രം അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോയത് കൊണ്ട് ആ ഗ്രൂപ്പ് ഒഴിവാവുകയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പുതിയ ടെക്നോളജി സംബന്ധമായ, ആരോഗ്യ സംബന്ധമായിരിക്കുന്ന ഒരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതാണ്. വീഡിയോ ഇതുവരെയും വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും 1000 നന്ദി. നമസ്കാരം.